അതും ഇതും ഇട്. ആ ബ്ലാക്ക് കളർ രണ്ടിട്ടേക്ക്. എന്തോ ഒരു കുറവ് കൂടെ മറന്നു കൂടെ. എപ്പോഴാ വിളിക്കുന്നത്? ക്രിസ്മസ് ട്രീ എപ്പോഴാ വിളിക്കുന്നത്? ഡിസംബർ 1. ഞങ്ങൾ പള്ളിയിൽ പോവാണ് പ്രിയങ്ങളെ. ഇന്ന് മോൻകുട്ടന് സൺഡേ സ്കൂളുണ്ട്. പിന്നെ 40-നും 60-നും ഇടയ്ക്കുള്ളവരുടെ ഏതാണ്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ അവിടുന്ന് വിളിച്ച് പറഞ്ഞ് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. മഴക്കോളായിരുന്നു. നമ്മളെ മഴ നനയ്ക്കാതെ അങ്ങ് എത്തിക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്. പോയിച്ചു വരാം കേട്ടോ. അവിടെ ആ പള്ളിയുടെ ആ ഗ്രാനൈറ്റ് ഇട്ടടുത്ത് കിടന്ന് ഓടുകയൊന്നും ചെയ്യരുത്. മഴ പെയ്ത് വെള്ളം വീണൊക്കെ കിടക്കുമായിരിക്കും കേട്ടോ. അമ്മ അതിലുള്ള 100 എഴുതാറ്റില്ലയോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവരെവിടോ പോയേക്കോ. ടാറ്റ ടാറ്റ പറ. അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവർ പറഞ്ഞു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഇവിടെ പണി ഏതുണ്ടാന്ന് എന്ത് വെട്ടുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും മിക്കവാറും ഇവിടുത്തെ പൂക്കളൊക്കെ കാണിക്കുമ്പം അമ്മയുടെ ഗാർഡനൊക്കെ സൂപ്പറാന്നൊക്കെ ഒത്തിരി കമൻറ്റ് വന്നു കേട്ടോ. അപ്പം അമ്മ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇന്ന് വിളവെടുത്ത സാധനങ്ങൾ കാണിക്കാം. രണ്ടാം പച്ചമുളക്, പാവയ്ക്ക എനിക്ക് അത്ര പിടുത്തമില്ലാത്ത സാധനമാണ്. പക്ഷെ ഇതിപ്പോൾ അമ്മ ഉപ്പും തൈരല്ലേ അമ്മ, തൈരൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ പോകും. അന്നേരം വേണമെങ്കിൽ കഴിക്കാം. കയ്പിച്ചിരി കുറയുമല്ലോ. അപ്പം അമ്മയുടെ കഷ്ടപ്പാടാണിത് കേട്ടോ. വഴുതനങ്ങായും വെണ്ടയ്ക്കായും ഒക്കെ നിപ്പുണ്ട്. അതൊന്നും എടുത്തില്ല. ഇടയ്ക്കൊക്കെ എടുത്ത് തോരൻ വെക്കും, മെഴുക്കുവരട്ടി വെക്കും. ഇതിന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണക്കാൻ വേണ്ടിയിട്ട് തൈരിനകത്ത് മുക്കി ഉണക്കാൻ എടുത്ത് വെച്ചേക്കും. ഇന്നത്തെ പണിയായിരുന്നു. കപ്പ പുഴുങ്ങി, മുളക് ചമ്മന്തി. ഷുഗറുള്ള ആളാ കപ്പ പുഴുങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല രുചിയെന്ന്.
ആ പൈസ ഒന്ന് നോക്കുവോ? അത് അവിടെ ആയിരിക്കും വരുന്നത് ഇല്ലേ? ഒരങ്ങനെ പറഞ്ഞു. അല്ലെങ്കിലേ അവിടെ പോയി നോക്കാം. എനിക്കത് 5 രൂപ ആയിട്ടുള്ളൂ. അയ്യോ അത് ഇച്ചിരി ആയി. ഒരു ഗ്ലാസ്. ഒരു ഗ്ലാസ് വേണ്ടേ? ഒരു ഗ്ലാസ് മതിയോ? ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസേ ഉള്ളൂ. എന്നാൽ കൊച്ചു മങ്കിലേ കുറച്ച് കഴിക്കും കപ്പ. ഞാൻ 2-3 കഷ്ണം തിന്നത്തുള്ളൂ. ഞാൻ ഇത്ര എടുത്തോളൂ. ചായ അല്ല കാപ്പിയില്. കാപ്പിയിൽ വെച്ചാൽ കൊള്ളാവുന്നു. നല്ലതായിരുന്നു. പള്ളിയിൽ നിന്ന് വന്ന് അമ്മയുടെ അടുക്കേന്ന് കപ്പപ്പുഴുക്കൊക്കെ കഴിച്ചു. ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. ഇനി ഒരുപാട് ജോലി കിടക്കുന്നു. തുണി കഴുകണം, ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, തൂത്തുവാരണം, തുടയ്ക്കണം. ഇതെല്ലാം ഇന്നത്തെ പണിയാണ്. കാരണം നമ്മൾ ഈ 2-3 ദിവസം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വർക്ക്ഷോപ്പിലായിരുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും വീടിനകത്തും മുറ്റത്തും എല്ലാം ഉണ്ട്. മുറ്റം തൂക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൂടി കെട്ടി കിടക്കുക. മഴ കാരണം കരിയിലെല്ലാം ഇങ്ങനെ പറ്റി കിടക്കുക. തൂക്കാൻ എന്നെ കൊണ്ട് പാടാണ്. എന്നാലും ഈ മുറ്റമെങ്കിലും ഒന്ന് വൃത്തിയാക്കിയിടാം എന്ന് വിചാരിച്ചിരിക്കും. പിന്നെ മോനുകുട്ട സൺഡേ സ്കൂളിൽ നിൽക്കുക. വിളിക്കാൻ ഓട്ടോ ഒക്കെ പറഞ്ഞു. പിന്നെ മുറ്റത്ത് കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. അങ്ങനെയൊക്കെ കുറേ ജോലികൾ കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് തീർക്കണം. ആകെ ഒരു ദിവസം കിട്ടുമ്പോൾ മോനിക്കുട്ടിന് അങ്ങ് വഴക്കാം. ജാനിക്കുട്ടിയോട് പോകണം, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും പറഞ്ഞ് അങ്ങ് മേളമാണ്. ഈ വീട്ടിലെ പണികൾ പിന്നെ ആര് ചെയ്യും? അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? പിന്നെ വീട്ടിലാരെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് സുഖമായിട്ട് കുളിച്ച് റെസ്റ്റ് എടുക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെല്ലാം കൂടി ഓടി നടന്ന് ചെയ്യാനുള്ള ആരോഗ്യക്കുറവുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ ജോലികളിലേക്ക് കടക്കുവാണ്. ഇന്ന് പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അത് നമ്മുടെ പുതിയ ഒരു സംഘടന രൂപീകരിക്കുവാണ്. ഈ പള്ളികളിലെല്ലാം സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള ഒരിതുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരിതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 41 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കുള്ള ഒരു പുതിയ സംഘടന ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നുള്ളത് പുതിയ ബാവ തിരുമേനിയുടെ കൽപ്പനയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 41 ആയല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ ഇടവകയിലുള്ള ഒരു അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50ാമത്തെ വാർഷികമാണ്. അപ്പോൾ അന്നേരം തിരുമേനിയൊക്കെ വരുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട്, വീണ ജോർജ്. അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സംഘടനയുടെ ഉദ്ഘാടനവും ചിലപ്പം കാണുമായിരിക്കും. അതുകൊണ്ട് അതിനൊക്കെ നിന്നു. അതിലേക്കൊക്കെ നോക്കാം. നമുക്ക് പ്രവർത്തനങ്ങളിലൊക്കെ എത്രമാത്രം പങ്കെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ സംഘടനയിൽ ഒരു അംഗമായിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെയായിരുന്നു പള്ളിയിലെ വിശേഷം. ഞാൻ എൻ്റെ ജോലികളിലേക്ക് കിടക്കട്ടെ. 11 മണിയായി. ഈറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് കയറിയപ്പോൾ കേട്ടോ. ആദ്യം കുറച്ച് തുണികളുള്ളതെടുത്ത് വാഷിംഗ് മെഷീനകത്തോട്ട് ഇടട്ടെ. എന്നിട്ട് ചോറ് വെക്കണം, കറികൾ ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? കുറച്ച് മീൻ ഇരിപ്പുണ്ട്, അത് വറക്കാമെന്ന് വിചാരിച്ചു. പോയി ഉടുപ്പൊക്കെ മാറി അങ്കത്തട്ടിലേക്ക് കിടക്കാം. വന്ന് അരി എടുക്കലിടുമായിരുന്നു. കുറച്ചുപേരൊക്കെ ചോദിച്ചു മുത്തിന്റെ വിശേഷങ്ങളൊന്നും ഇപ്പൊ പറയാറില്ലല്ലോ എന്ന്. ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ അവൻ വിളിക്കുന്നതൊക്കെ കേൾപ്പിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പിന്നൊന്നും പറയാത്തത് കേട്ടോ. വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്, ലോങ് വീഡിയോയില്. പിന്നെന്താണ്, ക്രിസ്മസിന് വരവ് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്ക് എക്സാമിൻ്റെ സമയമൊക്കെയാണ്. അതുകൊണ്ട് വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ വർഷം പിറന്നാളിൻ്റെ സമയത്ത്, അതായത് ജനുവരിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. അവന് അടുത്തില്ലാത്ത അവൻ്റെ ആദ്യത്തെ പിറന്നാളായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. അപ്പം അന്നേരം ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ കൈവിട്ട് അവരിങ്ങനെ പറന്നങ്ങോട്ട് പോകും. അപ്പോൾ അവർ കൂടെ ഉള്ളപ്പം അവരുടെ പിറന്നാളുകളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ അവരോടൊപ്പം ഒത്തിരി അത്രയും ചേർത്ത് പിടിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷിക്കുക. അവരുടെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല അവരെ. അതൊക്കെ നമുക്ക് മിസ് ചെയ്യും. അത് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. മുത്തിനെ ഒഴിവാക്കി നമുക്കൊരു ജീവിതമില്ല. അവനല്ലേ നമ്മുടെ എല്ലാം. അപ്പോൾ ഇപ്പം വിളിച്ചതാണ്. ഞാൻ പള്ളിയിൽ പോയ സമയത്ത് ഈ ഫോൺ കൊണ്ടുപോകാറില്ല കേട്ടോ. ഇത് നമ്മൾ കോൾ ചെയ്യുന്ന ഫോണാണ്, ഇത് കൊണ്ടുപോകത്തില്ല. ഇത് ചാർജും ഇല്ലായിരുന്നു, ചാർജ് കുത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ 3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. മുത്ത് വിളിച്ചു, ചിപ്പി വിളിച്ചു, കുക്കു വിളിച്ചു. അപ്പോൾ എല്ലാവരും തിരിച്ച് വിളിക്കുമായിരുന്നു. ഭാര്യ അടുപ്പയിലിട്ട് തുണി വാരി കുറച്ച് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മുറ്റത്തൊരു ചെറിയ പണിയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നമ്മുടെ പെൻഷൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി താഴെ ഒരു ഓൺലൈൻ സെൻറ്റർ ഉണ്ട്, അവിടെ പോയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ നമുക്കിവിടെ ഇളം റോസ് കളറിലെ ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അത് നല്ല കടും റോസ് കളറിലെ ഒരു ചെമ്പരത്തി അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചു, ഒരു കമ്പ് തരാമോന്ന്. അപ്പോൾ കൊണ്ടുവന്ന് അമ്മയ്ക്കും കൊടുത്തു. എനിക്കുള്ളത് ഇന്നലെ ഞാൻ അവിടെ കുത്തി വെച്ചിട്ടാണ് പോയത്. ഞാനങ്ങ് ജോലിക്ക് പോകല്ലായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് നട്ടു വെക്കട്ടെ, അതിന് പറ്റിയ ലൊക്കേഷൻ നോക്കുമായിരുന്നു. അധികം സ്ഥലമില്ല നമുക്ക് മുറ്റത്ത്. ചെടികളൊക്കെ ഞാൻ ചട്ടിക്കകത്ത് വെച്ചേക്കുന്നെങ്കിൽ അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതിനൊക്കെ ഇറങ്ങിയാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലതും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ അത് നട്ടേച്ച് വരാം കേട്ടോ. സൺഡേ സ്കൂളും കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുട്ടി. എന്തോ ആഹാ എന്തോ ഉണ്ടാക്കാനാ? അതുണ്ടാക്കണം അമ്മ. അത് എല്ലായിടത്ത് വെളി വെച്ച് തണുപ്പല്ലായിരുന്നു. അതെല്ലാം കൂടെ റെഡിയാക്കി തരാം, നിൽക്ക് കേട്ടോ. ഇന്നെന്താ ഇഡ്ഡലി കഴിക്കാൻ ഒരു സുമാറില്ലായിരുന്നു. പള്ളിയിൽ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. മോനിക്കുട്ടൻ കഴിച്ചില്ല. ഇപ്പൊ പൊറോട്ട നിർത്തി, അധികം ഇല്ലല്ലയോ. പൊറോട്ട അധികം കഴിക്കരുത്, അതുകൊണ്ടാ. എന്നാ ക്രിസ്മസ് പരിപാടി വല്ലതും പറഞ്ഞോ? തുണി ഒരു സെക്ഷൻ അങ്ങോട്ട് ഇട്ടിട്ടേ ഉള്ളൂ, കഴുകി കഴിഞ്ഞില്ല. ഒന്നുകൂടി ഇടാനുണ്ട്. എല്ലാം കൂടെ കുത്തിക്കൊള്ളിച്ചിടുന്നത് ഇനി വാഷിംഗ് മെഷീൻ പണി കൊടുക്കണ്ടെന്ന് ഓർത്തു കേട്ടോ. ഒരു പരിപ്പ് വെക്കുക. പപ്പടം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പരിപ്പ് വെച്ചാൽ സാമ്പാർ പരിപ്പില്ല, അത് ഞാൻ ഒഴിച്ചുകൂട്ടാൻ പോലെ വെക്കാം. എന്നിട്ടൊരു പപ്പടം കാച്ചാം, മീനും വാങ്ങാം. കൈയുടെ മുട്ട് ഒക്കെ അതേപോലെ ഒരു ഇടി ഇടിച്ച് ഭയങ്കര വേദന, അതിഭയങ്കര വേദന. ഇച്ചിരേ മതി, പിന്നെ അങ്ങ് വേദനയുടെ പെരല്. എവിടെയെങ്കിലും ഈ നടക്കുന്ന വഴിക്ക് എവിടെങ്കിലും കാലൊന്ന് തട്ടണം, അയ്യോ മരണവേദന എത്രയുണ്ട്, അത്രയും വേദനയാണ്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഒന്നും എനിക്ക് ഇത്രയും വേദനിക്കത്തില്ലായിരുന്നു. വേദനകളെല്ലാം ഇങ്ങനെ ചവച്ചിറക്കി ഇപ്പം തൊട്ട ഉടനെ വേദനയാണ്. കടുവ് പൊട്ടിച്ചങ്ങ് വയ്ക്കുക കേട്ടോ. ലാസ്റ്റ് കടുവ് പൊട്ടിക്കാനൊന്നും ഇരിക്കണ്ടല്ലോ. അത് അമ്മ കൊണ്ടുവന്ന പഴം. അത് ആധാർ നമ്പർ എഴുതണോ അതിനകത്ത്? ആധാർ നമ്പർ എടുത്താ, ആധാർ കാർഡ് അങ്ങോട്ട് കൂടെ, അതുകൂടെ ഉള്ളു അതിനകത്ത് എഴുതാൻ. അത് പാവങ്ങൾക്കായിരിക്കും അടിച്ചത്. ഇപ്പൊ വേണ്ട കേട്ടോ. കഴിയട്ടെ കേട്ടോ. ഒത്തിരി മുട്ട ഉണ്ടായിരുന്നത്
അത് മേളിലും ഉണ്ടല്ലോ. എന്തൊരു ക്രൂരതയാ മോന് ചെയ്യുന്നത്. യേശുവിന് വേണ്ടിയാ ഞാൻ പറിച്ചേ. അത് വേണ്ട എന്നോട് ഒരു പാടിയത് അവിടെ കൊണ്ട് വെച്ചു. ആ രാത്രിയിലാണ് പരിപ്പ് കറിയും മീൻ വറുത്തതും എല്ലാം റെഡിയായി. പപ്പടം കാച്ചി, ചോറ് വെന്തു. ഇവിടെ വേറൊരു പരിപാടിയാണ്, എന്താ ഇപ്പൊ പറയാം. കുറെ നാളുകൊണ്ട് ഞാൻ ഇതിനൊന്നും ഒരുക്കത്തിലായിരുന്നു. ഓരോരോ തടസ്സങ്ങളായിരുന്നു. ഇന്ന് ഞാൻ റെഡിയാക്കുകയാണ്. ഷോർട്ട് വീഡിയോ ഇടാട്ടോ. എന്താണെന്നറിയോ, ബോളി ഉണ്ടാക്കും. ബോളി കുഞ്ഞുരുള ഇച്ചിരി കൂടുതലുണ്ട്, നമ്മൾ തിന്നും കേട്ടോ. നല്ല സാധനമല്ലേ. അപ്പൊ ബോളി ഉണ്ടാക്കിയതിന്റെ ബാക്കി കുഞ്ഞുരുളയെല്ലാം നമ്മൾ കഴിക്കും. അതിനുള്ള അരിപ്പൊടി പരത്താൻ പോവാ കേട്ടോ. പായസം റെഡിയാണ്, സേമിയ. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒപ്പിച്ചെടുത്തതാണ്, അതിന്റെ കഥയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അപ്പം പായസവും ബോളിയും പഴവും ചോറിട്ട് നമുക്ക് ഉമ്മണി കഴിക്കാം. അപ്പൊ ഇതുണ്ടാക്കട്ടെ. ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടും. പിന്നെ കഴിഞ്ഞ ദിവസം മിച്ചർ ഉണ്ടാക്കിയതിന്റെ ഷോർട്ട് വീഡിയോ ഇടണേന്ന് പറഞ്ഞു. അതും വളരെ ഈസി ആയിട്ടുള്ള മിച്ചറാണ്. അത് ഞാൻ ഒരു ദിവസം ഇടാട്ടോ. അന്ന് തീരെ വയ്യാഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാഞ്ഞത്. അതും ഒരു 2 പേർക്ക് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. പണിക്ക് വന്നിട്ട് ഒന്നും കൊടുക്കാതെ അങ്ങനെ വിടുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അന്നേരം ഞാൻ ഒന്ന് തട്ടിക്കൂട്ടിയതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇടാം. ഇനി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇടാം. ഇതിന്റെ ഇടയ്ക്ക് ലോങ് വീഡിയോയും ഇതും കൂടെ പറ്റാത്തത് കൊണ്ട് ഇതുണ്ടാക്കട്ടെ. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്ന് ചോറുണ്ടിട്ട് ഇത് കഴിക്കും. എത്ര ദിവസം കൊണ്ട് ഞാൻ ഒരുങ്ങുമെന്നറിയാമോ. എനിക്ക് ബോളി കഴിക്കാനായിട്ട് ശ്വാസം മുട്ടും. ഒരാൾ രാവിലെ ഞാൻ പറഞ്ഞില്ല പള്ളിയിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ട്, വിശപ്പാ കേട്ടോ, കഴിക്കുക. ആദ്യത്തെ ബോളി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ബോളിയാ, സൂപ്പർ. ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറ് വിളമ്പി കഴിച്ചിട്ട് ഇത് കഴിക്കും. ബോളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. വിശക്കുന്നൊക്കെ ഉണ്ട്, എന്നാലും ഇത് ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. ഈ ഉണ്ടാക്കി ഇങ്ങോട്ട് ഇടുന്നുണ്ടേ. വാഷിംഗ് മെഷീൻ അത് തുണിയൊക്കെ ഓഫായി, കഴുകി വൃത്തിയായി, പക്ഷെ വിരിച്ചില്ല ഇതുവരെ. ഇനിയിപ്പോ ഞാൻ ചോറുണ്ടിട്ടേ വിരിക്കുന്നുള്ളൂ, എനിക്ക് വിശക്കും. ബോളി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. ഇത് കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഞാനൊരു വാഴയിലൊക്കെ എടുത്തോണ്ട് വരട്ടെ. കഴിക്കുമ്പം നമുക്ക് നല്ല ആധികാരികമായിട്ട് കഴിക്കാല്ലേ. എത്ര ദിവസം കൊണ്ട് എൻ്റെ ദൈവമേ ഞാനിത് പ്ലാൻ ചെയ്ത് ഞാൻ കുഴപ്പി. ഇന്നിത് ഞാൻ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. 100% സക്സസ്ഫുൾ ആണ് പ്രിയങ്ങളെ. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം മാത്രം, എന്താ പറയുക, മധുരം അധികം ചേർത്തിട്ടില്ല. കാരണം ഞാൻ സേമിയ മിക്സ് മേടിച്ചത് റെഡിമെയ്ഡ് മിക്സ് ഇല്ല, അങ്ങനെ ആയിരുന്നു. അപ്പം അതിന് നല്ല മധുരമാണ്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ അതിമധുരം വേണം. നമുക്ക് പിന്നെ പഞ്ചസാര മാറ്റായിരുന്നു, പക്ഷെ ഞാനത് അങ്ങനെ അങ്ങ് ഉണ്ടാക്കി. ഇതിനകത്ത് എനിക്കിത് തന്നെ കഴിക്കാനും ഇഷ്ടം. അപ്പം അധികം മധുരം വേണ്ട എന്നുള്ള രീതിയിൽ ഇത്തിരി മധുരം കുറച്ച് കേട്ടോ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും പറയാമല്ല, സൂപ്പറാണ് കേട്ടോ. എടുത്തു. പിന്നെ ആ കമ്പ് എടുക്കാൻ പറഞ്ഞേ. ഞാൻ ഒരു കല്ല് എടുത്ത് മുന്നിൽ കയറി എടുത്ത് ചായശം കെട്ടി എങ്ങനെ വെക്കുന്നത്? അത് കെട്ടി വെച്ചിട്ട് തിന്നു. പിന്നെ ഞാൻ അയച്ചിട്ട് കയറ്റി വെച്ചേക്കു. ചരിക്കത് കണ്ട അങ്ങനെ. ദേ നമ്മുടെ ബോളി, സേമിയ, ഒരു പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു ചേലിന് കേട്ടോ. മോനുക്കുട്ടന് കൊടുക്കാം. മോനുക്കുട്ടനാണല്ലോ നമ്മുടെ വിധികർത്താവ്. കൊടുക്കാം. എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ? ഓ, ഇച്ചിരി പായസവും ഒരു പഴവും കൂടെ അതിനകത്തോട്ട് വെച്ചൊന്ന് കഴിച്ച് നോക്ക്. എങ്ങനെയുണ്ട്? താങ്ക് യു.
അമ്മമ്മയ്ക്ക് കൂടെ കൊടുക്കണേ. മോൻ കഴിച്ചിട്ട് അമ്മ എടുത്തു തരാം കേട്ടോ. സൈഡിലെ കൊടുക്കും. സൈക്കിളെ മോനിക്കുട്ടനെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ചോറുണ്ട് കേട്ടോ. രണ്ടും അപ്പടെ എടുത്തേക്കാം. അടുക്കള കയറാം. മോനിക്കുട്ട, ഇത് കഴിക്കേണ്ടി എങ്ങനെയാന്ന് അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നീ കഴിച്ചിട്ട് പറഞ്ഞു കൊടുക്കണ്ട. ആ, പായസം അതിനകത്ത് ഒഴിക്കണം. പഴം ഇട്ട് ഇളക്കി കഴിക്കാൻ പറ കേട്ടോ. കുഴച്ച് കഴിക്കാൻ പറ. കളയല്ലേ? ഞാൻ ഒരു പൂച്ചയെ കാണി. ഞാൻ ചോറിനാൻ പോ. വിശന്ന് എൻ്റെ വയറ് കത്തും. താഴെ പോ. അപ്പോൾ പിന്നെ ചോറിനിട്ട് പ്രിയങ്ങളതേ ഇമ്മിണി ചോറും പപ്പടവും എന്തുവാ മീൻ വറുത്തതും ചമ്മന്തിപ്പൊടി. ബോളി കഴിക്കേണ്ടത് കൊണ്ടാട്ടോ, അല്ല ഇമ്മിണി ചോറൂടൊക്കെ എടുത്തേനി. കഴിക്കട്ടെ. ഞാൻ ചോറൊക്കെ ഉണ്ട് പ്രിയങ്ങളെ. ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം. അടുക്കള തൂക്കണം, പാത്രം കഴുകണം. ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ അപ്പുറത്ത് അമ്മയുടെ അടുക്ക വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ബോളിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ. ബാക്കി പാത്രങ്ങളെല്ലാം കൊണ്ട് കൂട്ടിയേക്കുവൊക്കെ കണ്ടാ ഒരു കോലം കണ്ടോ? ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ എല്ലാം തൂത്തുവാരി തുടച്ച് കിടക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എപ്പോഴായി തുണി വിരിച്ചില്ല, ജോലികളുണ്ട്. ഒതുക്കട്ടെ. എനിക്ക് തുണി വിരിച്ച് തരുന്ന ജാനിക്കുട്ടിയാട്ടോ എന്നെ സഹായിക്കുന്നത്. മോനിക്കുട്ടൻ സൈക്കിളും കൊണ്ട് ഓടിപ്പോയി. മാമി ഒത്തിരി നേരം പറയാ തുണി വിരിക്കാവുണ്ടെന്ന്. രാവിലെ മുതൽ ഭയങ്കര പണിയാണ്. എന്തോക്കളെ ചെടിയൊക്കെ നട്ടോ? അടുക്കളയുടെ ഭാഗമൊക്കെ വൃത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ ചോറെടുത്തോണ്ട് പോൻ. അതിലേലിട്ടേക്കളെ. അവൻ അതിലെങ്ങാണ്ട് കൊളുത്തിയിടും. മാമിക്ക് അത് അറിയത്തില്ല. ഇതിലോട്ട് ചുമ്മാ അങ്ങ് വിരിച്ചാൽ ചോറുണ്ടിട്ട് പോവാ. അല്ലെ ചോറ് കൊണ്ടുപോവാൻ. ഓ, ഈ വിഷപ്പില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോയേക്കുന്നു. നീയാണെ മാമി തുണി വിരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കട്ടമ്പ ജോലിയെ തുണി വിരിച്ചില്ലല്ലോ. മഴ വരുന്നുണ്ട് പൊന്നോ. ഭയങ്കര മഴയാ. ചമ്മന്തി ഉപ്പി കണ്ട അമ്മമ്മക്ക് വട്ട. അമ്മമ്മ പിന്നെ അത് തരത്തില്ല. കുഞ്ഞോ ഇതാരാ ഇത്? ഇതാരാ? മാമി ആ വെള്ളക്കുപ്പി മാമിയാണോ? ആന്ന് പൊന്നോ, കൊള്ളാവോ? അത് അവിടെ കൊണ്ട് വെച്ചാൽ മോനിക്കൂട്ടം മഴക്ക് പറയാം. പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നമ്മുടെ കൊണ്ട് അച്ചാച്ച വന്നു. അച്ചാച്ച വന്നു. ഇടി മുഴങ്ങുന്നു കേട്ടോ. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ചേച്ചി തന്നെ ഉണ്ടാക്കിയാണ് ഈ ബോളി. യെസ്. എന്റെ ഉടുപ്പിന്റെ ഉടുപ്പും ബോളിയെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. കല്യാണത്തിന് കണ്ടിട്ടാണ്. താങ്ക് യു. വെൽക്കം. പാല് ഉണ്ടോ?
വിശ്രമം ഒന്നും നടന്നില്ല. പാത്രമെല്ലാം കഴുകി കുക്കൂടെല്ലാം തുടച്ചു തന്ന് ഞങ്ങളവിടെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് 5:30 കേട്ടോ. കിടപ്പ് നടന്നില്ല. മൂടി കെട്ടി ഭയങ്കര മഴക്കോള്. മഴ പെയ്തില്ല. പക്ഷെ ഇങ്ങനെ വാങ്ങിച്ചതാ, ഇട്ട് വെച്ചില്ലായിരുന്നു ടീമിനകത്ത്. പാത്രം രണ്ടും കുക്കുവിന്റെ ആ ചമ്മന്തിപ്പൊടിയുടെ കുപ്പി ഇങ്ങി തരണേ. മറക്കരുത്. എന്താ അമ്മയ്ക്ക് ചായ ഇടാനുള്ള പാല് മതിയോ? ചായ ഇടുവായിരുന്നു. ഇച്ചിരി പാലമ്മയ്ക്ക് തന്നില്ല. അല്ല നാട്ടെ എന്താ പറ്റി? ഈ മാമി വിളിച്ചേക്കുന്ന എടുത്തില്ലയോ? എന്നിട്ട് അമ്മേ അതാ മാമിയില്ലയോ? അതോ വേറെ സരസമാമി അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇനി അങ്ങോട്ട് വിളിക്കണ്ട. മാമി സമയം പോലെ വിളിച്ചത്. എന്തോ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഗെയിം വിളിച്ചായിരിക്കും കേട്ടോ. മമ്മി ഈ ഗെയിം കളിക്കുന്നത് ചായ കാപ്പി ഇടട്ടെ വെച്ച്. ഇന്ന രണ്ടുപേരുടെ കാപ്പ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടോ. അമ്മയല്ലേ കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ചായ ഇടാനുള്ള പാലേ ഉള്ളേ. മോനും കൂടെ ചേർ. കുഞ്ഞാ കാപ്പി ഇടുക. കാപ്പി മമ്മ വിളിക്കുന്നു. കാപ്പി ഇട്ടു. കാപ്പിയുടെ കൂടി ഇന്ന് നമുക്ക് കപ്പ ചിപ്സ് ആണ് കേട്ടോ. കപ്പ ചിപ്സ് നമുക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇരുന്നത് ഈ ഉപ്പേരി. ഇന്നലെ എന്നോട് ചോദിച്ചേ, ഞാൻ ഡോക്ടറെ അടുക്ക പോയി. അപ്പൊ ഞാൻ കയ്യെ പിടിച്ചപ്പോ എന്നോട് പറയാം, അമ്മ എന്തോ കൊച്ചാ പറഞ്ഞേ? ആ ആ ആ എന്തോ നല്ലൊരു മഴ പെയ്ത് ഞങ്ങള് എന്താ പറഞ്ഞ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ജോലിയോട് ജോലി. അപ്പൊ ഇനിയിപ്പോ ചോറുണ്ടിട്ട് ബാക്കി കുറച്ച് ജോലികളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ. എന്നാ അവിടെ പോയി വഴക്കുണ്ടാക്കുമായിരുന്നു. കുഞ്ഞോന്റെ കാർ. ഓക്കെ കഴിച്ചിട്ട് വരാം. അമ്മയ്ക്ക് 5 പിള്ള കൊടുക്കണം. വേണ്ട അമ്മ ഇച്ചിരി ചോറ് കിട്ടാം.
ഓക്കെ. കഴിച്ചിവിടെ ഓക്കെ ബൈ. എനിക്ക് ചോറ് വാരി തരണം. 2 ഉരുള, ഇന്നലെ 1 ഉരുളയായിരുന്നു, ഇന്ന് 2 ഉരുള ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പരിപ്പ് കറി, മീൻ വറുത്തത്, ഒരു പപ്പടം, കണ്ണിമാങ്ങ അച്ചാർ കേട്ടോ, തീർന്നു. അതുകൊണ്ട് കുഞ്ഞു കണ്ണിമാങ്ങയാണ് അതിനകത്ത്. അപ്പം കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.